ഹായ് നമസ്കാരം എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് റീസെന്റ് ആയിട്ട് തൊഴിൽ വീതിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് KSRTCയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം KSRTCയിൽ പുതിയ നോട്ടിഫിക്കേഷൻസ് റിലീസ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാം, പുതിയ സർക്കാർ വന്നു, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ KSRTC പരിശോധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 9 വർഷത്തോളമായിട്ട് കഴിഞ്ഞൊരു 9 വർഷത്തോളമായിട്ട് തന്നെ നിയമനങ്ങൾ PSC വഴി ആയിരുന്നില്ല പോയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, കൂടുതലായിട്ടും താൽക്കാലിക ജീവനക്കാരായിരുന്നു KSRTCയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ന്യൂ അപ്ഡേറ്റ് PSCയുടെ നമുക്ക് വന്നിരിക്കുന്നത് തൊഴിൽ വീതിയിൽ വന്നിരിക്കുന്നതും മാത്രമല്ല, നമുക്ക് പുതിയ സർക്കാർ വന്നു, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ന്യൂ അപ്ഡേറ്റ് വെച്ചിട്ട് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്, ഇനി KSRTC വലിയൊരു കമ്പനി കോർപ്പറേഷൻ എന്തിലേക്ക് പോവുകയാണ്, PSC വഴി റിക്രൂട്ട്മെന്റ് വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ വർഷത്തോളം, നമ്മളൊരു 9 വർഷത്തോളം PSCക്ക് എന്തായിരുന്നു തൊഴിൽ, അല്ലെങ്കിൽ ഇതൊരു താൽക്കാലികമായിട്ടുള്ള ജീവനക്കാരായിരുന്നു ഉണ്ട്. അതോടുകൂടി ക്ലാസ് നോട്ടിഫിക്കേഷൻ വന്ന് നിർത്തിയിരിക്കുന്നതാണ്. പിന്നീട് പുതിയത് അനുസരിച്ച് PSCയുടെ പുതിയ സർക്കാരിന്റെ നിയമനം അല്ലെങ്കിൽ പുതിയ സർക്കാരിന്റെ തീരുമാനം അനുസരിച്ച് ഒഴിവുകൾ എത്രയും വേഗം തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യകത മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നിലവിൽ നമുക്കിപ്പോൾ ഏകദേശം ഒരു 3000-ഓളം ഒഴിവുകളാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കുറേ നാളുകൊണ്ട് ആശ്രിത നിയമനങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. നമുക്കറിയാം, അച്ഛനോ അല്ലെങ്കിൽ സർവീസിലിരിക്കുന്ന ആള് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആശ്രിതർക്ക് ജോലി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ അതും ഏകദേശം ഒരുപാട് നാളുകൊണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി ആ പറയുന്ന രീതിയിലുള്ള ആശ്രിത നിയമനം ആരംഭിക്കും എന്നുള്ളത് ഈ ഒരു വാർത്തയിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഞാനിപ്പോൾ 3000 ഒഴിവുകൾ എന്ന് പറഞ്ഞതിൽ തന്നെ അതിൽ വിവിധ ഡിപ്പാർട്ട്മെന്റ്, എക്സാമ്പിൾ ഇപ്പം മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വരുന്നുണ്ട് അല്ലെ, മിനിസ്ട്രിയൽ റിസർവ്, അതുപോലെ തന്നെ റിസർവ് കണ്ടക്ടറിന്റെ വരുന്നുണ്ട്, അതുപോലെ തന്നെ റിസർവ് ഡ്രൈവർ തുടങ്ങിയ പോസ്റ്റിലേക്കായിരിക്കും നമുക്കിനി പുതുതായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ KSRTC കോർപ്പറേഷനിൽ 2013 ഏകദേശം 38,000-ത്തിലധികം ആളുകൾ വർക്ക് ചെയ്തിരുന്നത്. പിന്നീട് പ്രശ്നങ്ങളൊക്കെ കാരണം, അതുപോലെ പല ബുദ്ധിമുട്ടുകളും ഉള്ളത് കൊണ്ട് 2025 ആയപ്പോഴേക്കും അത് 22,000 പേരായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ 3 വർഷത്തെ കാലയളവ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 5000-ഓളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിരമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം നല്ല രീതിയിലുള്ളൊരു ബൾക്കായിട്ടുള്ള ഒരു ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ PSC വഴി KSRTCയുടെയൊക്കെ പുതിയ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മാത്രമല്ല, ഇത് പ്രകാരമുള്ള സ്ഥിര നിയമനം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് KSRTCയിൽ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ളൊരു മുന്നോട്ട് പോക്ക് ആവട്ടെ. PSC വഴിയുള്ള നിയമനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ. ഒഴിവുകൾ വേഗം റിപ്പോർട്ട് ചെയ്യുകയും ഈ പറഞ്ഞിരിക്കുന്ന തസ്തികയിലേക്കൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവുകൾ വിളിച്ച് ആ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് പ്രാർത്ഥിക്കാം, അതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പരീക്ഷകളുടെയും ക്ലാസ്സസ് ഒക്കെ നമുക്ക് ഇനി നമ്മുടെ ആപ്പ് വഴിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ 2026 അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന LDCയുടെ പരീക്ഷ അടുത്ത വർഷം 2027 വരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സസും ലോങ് ടേം ബാച്ചസും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് താങ്ക് യു.